ഹായ്, കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നമ്മളെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ മാർക്കറ്റിൽ പോയി കുറച്ച് ചാള മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല മത്തി അച്ചാർ അല്ലെങ്കിൽ ചാളച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓഫ് കോഴ്സ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാളയാണ് കേട്ടോ അത്. അതിനകത്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തേച്ച് കുരുമുളക് പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് വറുക്കാനായിട്ടിട്ടു. വറുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പാനിലോട്ട് നമ്മൾ ഉലുവയാണത്. ഉലുവ പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ കടുകിട്ടു. അതിനകത്തേക്ക് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇല്ലായിരുന്നു. പ്ലാൻഡ് അല്ല, അത് പെട്ടെന്ന് ഉണ്ടായൊരു അച്ചാർ മോഹമാണ്. അപ്പോൾ അതിട്ടു. അപ്പോൾ ആ മീൻ വറുത്ത അതേ പാനിലോട്ടാണ് കേട്ടോ നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാൻ ഇത്തിരി ചെറുതാണ്. അപ്പം എന്നിട്ട് നമ്മൾ തീ ഒന്ന് കുറച്ചിടാണ്. അപ്പോൾ ഇവിടുത്തെ തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കോയിലായത് കാരണം നമ്മൾ കുറച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് ചൂടാവും. അപ്പം അത് നല്ല പോലെ ഒന്ന് ജസ്റ്റ് വാടണം കേട്ടോ. ആ വാടി വന്നു കഴിയുമ്പോഴത്തേനും ഒരു ചുവന്നുള്ളി അരിഞ്ഞത് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ചുവന്നുള്ളിക്ക് വരാൻ സബോളയാണ് ഇട്ടിരിക്കുന്നത്, ഒരു കുഞ്ഞി സബോള. അത് അതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ ഓൾറെഡി വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ചായിരുന്നു മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ മുളക് പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മുടെ വീട്ടിൽ എന്താണുള്ളത് അത് വെച്ച് ഉണ്ടാക്കാവുന്നൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു സംഭവമാണല്ലേ അച്ചാർ. മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി കേട്ടോ. ഇത് കാശ്മീരി ചില്ലിയും സാദാ മുളകും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് ഇട്ട് കൊടുത്തു. ഇതിത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഈസ്റ്റേണിൻ്റെ. അപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്ത് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്, ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നെ ചാറാക്കി മീൻസ് അച്ചാറല്ലേ, അപ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല കേട്ടോ, ഇഞ്ചി ചതച്ചിട്ട് ചേർത്താലും മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ അവിടെ ഇരുന്നത് കൊണ്ട് ഞാനത് ചേർത്തു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പാൻ ഭയങ്കര ചെറുതാണ്, എനിക്കത് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയതിന് ഒരു പാൻ മാറ്റുന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് വെച്ചിട്ട് എനിക്ക് ഇളക്കാനായിട്ട് ഒട്ടും പറ്റണ്ടായിരുന്നില്ല ഇളക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പാൻ മാറ്റി വേറെ പാൻ വെച്ചു. പാൻ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ പാൻ ഒന്ന് ചൂടാവണമല്ലോ. അപ്പോൾ ആ പാൻ ഇങ്ങോട്ട് മാറ്റുന്ന സമയത്തേക്ക് അതിനകത്തുള്ള മുളക് പൊടി ഇട്ടതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്തേക്ക് വിനെഗർ ഒഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിനെഗർ ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അത്രയും തന്നെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിയായി പോവും. ഒത്തിരി വിനെഗർ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതുമല്ല. അപ്പം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഇത്തിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ജസ്റ്റ് ഈ ചാളയ്ക്കകത്തേക്ക് ഈ പുളിപ്പൊന്ന് ഇറങ്ങണം, അതുവരയ്ക്ക് ജസ്റ്റ് ഒന്ന് തീ കുറച്ചിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇതാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി തള വന്ന് കഴിയുമ്പോഴത്തേനും ഓഫാക്കാം. കാരണം പിന്നെ ഈ മീൻ കണ്ടോ ഇങ്ങനെ ഒരു പരിവ് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് ചൂടാവുന്ന വരെ വെച്ചാൽ മതി. പിന്നെ ഓഫാക്കിയിട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഈ ചാള മീൻ ഈ വിനെഗർ നല്ലപോലെ കുടിക്കും. കുക്കറി വീഡിയോ ചെയ്യണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചൊന്നുമല്ല. അപ്പം നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. എന്ത് മീനാണ് കിട്ടുന്നത് ആ മീൻ ഇതുപോലെ ആദ്യം വറുത്ത് കോരണം, പിന്നെ ഇതേ പ്രക്രിയയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. നല്ലതാണെന്ന് പറയാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത്. നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ബൈ.